രണ്ടാം നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ദൂരദർശൻ ഒരുക്കുന്ന വികസന സംവാദ പരമ്പരയുടെ ഇന്നത്തെ അതിഥി പരിണതപ്രജ്ഞനായ നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ. ഏതാണ്ട് 40 വർഷം നീണ്ട നയതന്ത്ര പാരമ്പര്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, ഒട്ടേറെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രതിഭ. സ്വാഗതം ശ്രീ TP ശ്രീനിവാസൻ. മൗണ്ടൻ ഗോസ് ടു മുഹമ്മദ് ആൻഡ് മുഹമ്മദ് ഇൻസ്റ്റെഡ് കംസ് ടു മൗണ്ടൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതുപോലെ മല മുഹമ്മദിൻ്റെ സമീപത്ത് ചെന്നതുപോലെ സാക്ഷാൽ നരേന്ദ്രമോദി അങ്ങയെ കാണാൻ അങ്ങോട്ട് വന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതൊരു പഴയ കഥയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 1999 അദ്ദേഹം വാഷിങ്ടണിൽ വന്നിരുന്നു. അത് അന്ന് നമ്മുടെ ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞ സമയമാണ്. ഞങ്ങളെല്ലാം വളരെ ധൃതിയിൽ പലതരത്തിലും എല്ലാവരെയും കോൺടാക്ട് ചെയ്യുകയും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വളരെ ധൃതിയുള്ള ഒരു സമയത്താണ് അദ്ദേഹം. അതെ, ആ സമയത്താണ് അദ്ദേഹം അങ്ങനെ ഞങ്ങളെയൊന്നും അറിയിച്ചിട്ടൊന്നുമല്ല വന്നത്. പക്ഷേ എന്നെ വിളിച്ചു, ഞാൻ വാഷിങ്ടണിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരൂ, ഓഫീസിലേക്ക് വന്നു. സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ ഇമ്പ്രസ്ഡ് ആയി തോന്നി. അതുകൊണ്ട് വൈകിട്ട് വീട്ടിൽ ഡിന്നറിന് വിളിച്ചു, സംസാരിച്ചു. കുറേ ആളുകളൊക്കെ വന്നു. വേൾഡ് ബാങ്കിലെ ചിലരെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ദിവസം കൂടെ വാഷിങ്ടണിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ വേൾഡ് ബാങ്കിൻ്റെ സാങ്ഷൻസ് വരാതിരിക്കാൻ. അമേരിക്കയുടെ സാങ്ഷൻസ് വന്നു, പക്ഷേ വേൾഡ് ബാങ്കിൻ്റെ സാങ്ഷൻസ് വരാതിരിക്കാനുള്ള ഒരു റെസൊല്യൂഷൻ. അതെ, പൊക്രാൻഡ്യൂവിന് തൊട്ടടുത്ത് 98 മെയ് ആണല്ലോ അത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അത് പല കോൺഗ്രസ്സുകാരെയും സെനറ്റേഴ്സിനും ഒക്കെ കണ്ടു. അത്രമാത്രം ഉള്ളൂ എനിക്ക് പരിചയം അദ്ദേഹത്തെ. എന്തായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ? അല്ല, കാരണം എനിക്ക് അദ്ദേഹം ഒരു BJP നേതാവെന്നുള്ളതിൽ കൂടുതൽ അദ്ദേഹം MLA പോലും ആയിരുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത്. അതുകൊണ്ട് എനിക്ക് അത്രയധികം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിക്കണമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഒക്കെ എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതും പ്രധാനമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചത്. പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്കും വാഷിങ്ടണിലെ ഗുജറാത്തികളെല്ലാം ഇത് കേട്ടിട്ട് വീട്ടിലെത്തി. അപ്പോൾ 10 പേരുടെ ഡിന്നർ 200 പേരുടെ ഡിന്നറായിട്ട് മാറി. പക്ഷേ അതിന് പിന്നെയാണ് അറിയുന്നത് ഈ റെസൊല്യൂഷന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതും അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത്. അദ്ദേഹം പ്രധാനമന്ത്രിയായി 5 വർഷം പിന്നിട്ട് ഇപ്പോൾ ഇതാ 1 വർഷം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഈ 6 വർഷം പിന്നിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ, ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക്? വിദേശകാര്യത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ വിദേശകാര്യത്തെപ്പറ്റി ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, നോ ഡിപ്ലോമസി എന്ന. അതൊരു ഷേക്സ്പീരിയൻ നാടകത്തിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ 5 വർഷത്തെയും 5 ആക്ട്സായിട്ട് കാണാവുന്ന തരത്തിലാണ് എനിക്കൊരു തോന്നലുണ്ടായത്. അപ്പോൾ ആദ്യത്തെ ആക്റ്റിൽ ഒരു പുതിയ ക്യാരക്ടർ വരുന്നു, എല്ലാവർക്കും താല്പര്യം, വളരെ ഇൻട്രസ്റ്റാണ്, എല്ലാവരും വളരെയധികം വാച്ച് ചെയ്യുന്നു, നടക്കുന്നതെല്ലാം വിജയകരമായി കഴിയുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ആക്ട് വരുന്നത് ഷേക്സ്പീരിയൻ. ഇപ്പോൾ സെക്കൻഡ് ആക്ടിൽ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അറൈസ് ചെയ്യുന്നു. ജീവിതത്തിൽ പലതും സംഭവിക്കാം. അതെ. തേർഡ് ആക്ടിലാണ് ഒരു ക്ലൈമാക്സിലെത്തുക. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പുറത്തു വരുന്നു, എല്ലാവരും കൈയടിക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലെത്തുന്നു. 4ാമത്തെ ആക്ടിലാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അത് സാധാരണ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ പ്രത്യക്ഷപ്പെടുകയും അയാളെല്ലാം കുഴച്ചു മറിക്കുകയും ചെയ്തിട്ട് ഈ ഹീറോയ്ക്ക് വരുന്ന പ്രശ്നങ്ങളാണ് 4th ആക്ടിലുള്ളത്. 5th ആക്ടിലാണ് ഒന്നുകിൽ ഇതെല്ലാം റിസോൾവ് ചെയ്ത് കോമഡി അതെ അവസാനിക്കുക, അല്ലെങ്കിൽ ധാരാളം ഡെഡ് ബോഡീസ് സ്റ്റേജിൽ വരിക. അങ്ങനെയാണ് ഷേക്സ്പിയർ മാറ്റിയത്. അപ്പോൾ എൻ്റെ വിലയിരുത്തൽ അതുപോലെ തന്നെയാണ്. 4th ആക്ട് വരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം 4th ആക്ടിലാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വന്നത്. അതിന് പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി എന്നുള്ളതാണ്. കാരണം 3rd ഇയറിൽ എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ, അമേരിക്കൻ റിലേഷൻഷിപ്പ് വാസ് വെരി ഗുഡ്. പക്ഷേ 8th നവംബറിൽ ഡിമോണിറ്റൈസേഷനും പ്രസിഡൻറ്റ് ട്രംപിൻ്റെ വിജയം കൂടെ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ 4th ആക്ട് ഒരു കോംപ്ലിക്കേറ്റഡ് മാറ്ററായി.
അപ്പോൾ 5th ആക്ടിലാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടുതൽ പുറത്തു വരേണ്ടി വന്നത്. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക ലോകത്തിനോട്, അമേരിക്കയോട് വളരെ കൂടുതൽ അടുത്തു, അങ്ങനെയാണല്ലോ വിജയം ഉണ്ടായത്. അദ്ദേഹം ബറാക്ക് ഒബാമയുമായിട്ട് വളരെ അടുത്ത് പെരുമാറി, ഒരുപോലെ സുഹൃത്തുക്കളായി. അതുപോലെ ഏഷ്യ പസഫിക്കിലുള്ള കാര്യങ്ങളിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. അങ്ങനെ എല്ലാം ഭംഗിയായി നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യമല്ല, കാരണം പ്രവചിക്കാൻ വയ്യാത്ത തരത്തിലാണല്ലോ അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ അമേരിക്കയോട് വളരെ കൂടുതൽ അടുത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ 5th ആക്ടിൽ നമ്മൾ കാണുന്നത്, 5th ഇയറിൽ ഞാൻ കാണുന്നത്, ഒന്നാമത് അദ്ദേഹം വുഹാനിൽ പോയി, സോച്ചിയിൽ പോയി, അങ്ങനെ റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ച് മെച്ചപ്പെടുത്തി, സിംഗപ്പൂരിൽ പോയി ചെറിയ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യനൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു പുതിയ ഫോറിൻ പോളിസി ഡിവൈസ് ചെയ്തു 5th ഇയറിൽ. അതിൻ്റെ അവസാനം ഇലക്ഷൻ തൊട്ട് മുമ്പ് പാകിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങളും ബാലക്കോട്ടും ഒക്കെ വന്ന് അത് വളരെ വിജയം വരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഡിമോണിറ്റൈസേഷൻ്റെയും GSTയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അപ്പോൾ 5th ഇയറിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ വിജയമായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തന്നെ കാണിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ പോകണമെങ്കിൽ നമുക്ക് 2 തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം പ്രീ കൊറോണ, ഇപ്പോൾ 1st ഇയറിൽ അത് നമ്മളതിനെ വിലയിരുത്തണമെങ്കിൽ അതിനെ 2 ഭാഗങ്ങളായിട്ട് കാണണം. ഒന്നാമത്തേത് കൊറോണ വൈറസ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം, രണ്ടാമത്തേത് കൊറോണ വൈറസിന് വന്നതിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഈ വലിയ വിജയം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം തീരുമാനിച്ചത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ധാരാളം 2-3 പ്രശ്നങ്ങൾ, ചരിത്രപരമായി നീണ്ടു പോകുന്ന 2-3 കാര്യങ്ങൾ BJPയുടെ മാനിഫെസ്റ്റോയിൽ വീണ്ടും അതിനെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഈ വലിയ വിജയം കിട്ടിയ സമയത്ത് ഇതെല്ലാം സാധിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്യമമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. ഇത് 3 വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 370 ആയാലും, ഇത് സിറ്റിസൺഷിപ്പ് ആക്ട് ആയാലും, ടെമ്പിൾ ഇഷ്യൂ ആയാലും, ഇത് 3 ആർക്കും പരിഹരിക്കാൻ കഴിയുകയില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് പോവുകയായിരുന്നു. നമ്മളിങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ അതിനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ. അത് ആ വിജയത്തിൻ്റെ ആ ശക്തിയും പൊതുവെ ഒരു അക്സെപ്റ്റബിലിറ്റിയും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിന് മുതിർന്നത്. കാശ്മീരിൻ്റെ കാര്യത്തിൽ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ കൂടുതൽ അപകടം കാശ്മീരിനുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഈ കാശ്മീരിൻ്റെ പ്രത്യേക സ്റ്റേറ്റസാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഈ സ്വാതന്ത്ര്യം, ആസാദി എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുത്തുന്നത്. അപ്പോൾ അത് മാറ്റേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷെ ആരും അതിനെ തൊടാൻ ധൈര്യം കാണിച്ചില്ല. പക്ഷേ അദ്ദേഹം ധൈര്യമായിട്ട് അത് ചെയ്തു. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, വലിയ എതിർപ്പുകൾ വന്നു. എന്നാലും അത് ഏകദേശം അത് മാനേജ് ചെയ്യപ്പെട്ടു. കാരണം സ്വാതന്ത്ര്യം നിഷേധിച്ചു, നേതാക്കന്മാരെ ജയിലിലാക്കി, ഇൻ്റർനെറ്റ് കുറേ മാസങ്ങളായിട്ട് നടന്നില്ല എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും അതിനെ പറ്റി വലിയധികം ചർച്ചകളും വലിയധികം വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമായിരുന്നു. കാരണം കാശ്മീരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കാശ്മീരിനെ ഇന്ത്യയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിനെ യൂണിയൻ ടെറിട്ടറിയാക്കി, ലഡാക്കിനെ പ്രത്യേകമാക്കി, ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് നോർമലായിട്ടത് പോയിരുന്ന എങ്കിൽ കുറേ വർഷം കഴിയുമ്പോഴെങ്കിലും, കുറേ മാസങ്ങൾ കഴിയുമ്പോഴെങ്കിലും അതൊരു ഒരു പുതിയ നോം ആയി നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് അദ്ദേഹം എത്തിയത് അക്കാര്യത്തിൽ. അങ്ങയുടെ ഈ വിശദീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ മൂഡ് ഡിപ്ലോമസി ത്രൂ ഷേക്സ്പിയൻ പ്രിസം എന്ന പുസ്തകം. അതിനൊരു 2ാം വോള്യത്തിൻ്റെ സാധ്യത വളരെയേറെ ഇല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പോഴും ഞാൻ എഴുതുന്നുണ്ട്, റെഗുലറായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്താൽ മതി. അതിന് പ്രശ്നം. ഞാനെപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിദേശ നയത്തിനെ ഞാൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഈ മോഡി ഡോക്ട്രിൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അങ്ങ് മൂഡ് ഡിപ്ലോമസി എന്ന് പറയുന്ന അതിൻ്റെ പ്രധാന മുഖമുദ്ര എന്താണ്, ഒരു സവിശേഷത എന്നുള്ള നിലയ്ക്ക്? അതെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ബുക്കിൽ. അദ്ദേഹം നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു.
അതുകൊണ്ടാണ് ഇത്ര യാത്രകൾ നടത്തിയത്. അദ്ദേഹത്തെ ധാരാളം ആളുകൾ കളിയാക്കാറുണ്ട്. 52 രാജ്യങ്ങളിൽ പോയി. അതെ, വല്ലപ്പോഴും ഇന്ത്യയിലെങ്കിലും വരണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇതുവരെ ഇന്ത്യ ലോകത്തെ കണ്ടിരുന്നത് ഒരു മനുഷ്യൻ ഒരു സമുദ്രത്തിൻ്റെ ഒന്ന് ഇടപെട്ടു, ഇന്ത്യയുടെ അല്ല ലോകത്തിൻ്റെ അല്ല, ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി. എന്ന് പറഞ്ഞാൽ നേതൃത്വം എടുക്കുക. ഈ ഫ്രണ്ടൽ വാർ പലതരം കമാൻഡേഴ്സ് ഉണ്ടല്ലോ. ചില കമാൻഡേഴ്സ് പുറകിൽ നിന്ന് ഇൻസ്ട്രക്ടർ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം ഒന്നാമത് അദ്ദേഹത്തിന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അത് ഭംഗിയായി നടന്നു. ഒരുമാതിരി ഞാനൊരു അശ്വമേധയാഗത്തിനോട് എവിടെയാണ് താരതമ്യപ്പെടുത്തിയത്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്യൂ അദ്ദേഹം ഏറ്റെടുത്താൽ അത് വ്യക്തിപരമായി അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫോറിൻ മിനിസ്റ്ററെ അയക്കാം, അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി അയക്കാം, നിർദ്ദേശം കൊടുക്കാം. അങ്ങനെയാണ് പലപ്പോഴും പ്രധാനമന്ത്രിമാർ പെരുമാറാറുള്ളത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഡയറക്റ്റ് അതെ, ലീഡർഷിപ്പ്. ഇപ്പോൾ സപ്ലയേഴ്സ്, ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൻ്റെ മെമ്പർഷിപ്പ് അതൊരു വലിയ ഇഷ്യൂ അല്ല. എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നായിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ അത് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി രാജ്യങ്ങൾ സന്ദർശിക്കാൻ വരെ അദ്ദേഹം തയ്യാറായി. ഒരു പ്രധാനമന്ത്രിയും ഇതുപോലെ ഒരു ഇഷ്യൂവിന് വേണ്ടി ലോകസഞ്ചാരമൊന്നും നടത്താറില്ല. പിന്നെ അദ്ദേഹം മറ്റൊന്ന് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്റ്റേറ്റ്സ്മാൻമാരുമായിട്ട് മാത്രമായിരുന്നില്ല, ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ 1-2 സന്ദർശനങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പ്രസിഡൻറ്റുമായിട്ടല്ലായിരുന്നു. പക്ഷേ ഇത്രമാത്രം കോൺഫിഡൻസ് ആണ് അദ്ദേഹം കൈവരിച്ചത് എന്നുള്ളത് ഇക്കാര്യത്തിൽ ഈ ബിസിനസ്സുകാരോടും. അങ്ങനെ ഒരു മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, അതൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുകയായിരുന്നു. അല്ലാതെ നമ്മുടെ ചെയർമാനോ കമ്പനീസിനെ അയക്കുക ആയിരുന്നു. അതെ, അത് ദാറ്റ് ഹി ബിൽറ്റ് ഇറ്റ് ഹിംസെൽഫ് ആസ് എ പേഴ്സണൽ ഡിപ്ലോമസി എന്നുള്ളതാണ്. അതൊരു വ്യത്യസ്തമാണ്. പിന്നെ ഒരു വ്യത്യസ്തത, അദ്ദേഹം സ്പെസിഫിക് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ടത് ഒരു ട്രാൻസാക്ഷനിലായി പോയി എന്നൊരു പരാതിയുണ്ട്. കാരണം പണ്ഡിറ്റ് നെഹ്റു പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹം ലോകത്തിനെ പറ്റി, പൊതുവെ സമാധാനത്തെപ്പറ്റി, സൗഹൃദത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാറുള്ളൂ. പക്ഷേ എത്ര കൂടുതൽ മെഗാബൈറ്റ്സ് വേണം, അല്ലെങ്കിൽ ഏത് തരം മെഷീൻ വേണം, ഏത് തരത്തിലാണ് നമ്മുടെ ട്രാൻസ്ഫർ ടെക്നോളജി ഉണ്ടാകേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ വിജയങ്ങളെല്ലാം ഉണ്ടായത് വിദേശ നയത്തിൽ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെറ്റമോർഫോസിസ് ഉണ്ടല്ലോ, ഒരു വളർച്ച, ഒരു വികാസം, ഒരു RSS പ്രചാരകനിൽ നിന്ന്, ഒരു സാധാരണ RSS പ്രചാരകനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു BJPയുടെ ഒരു സാധാരണ നേതാവിൽ നിന്ന്, അങ്ങ് പറഞ്ഞു അങ്ങേ ആദ്യം കാണുമ്പോൾ അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറി മാത്രമായിരുന്നു. അവിടെ നിന്ന് ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ്റെ, ഒരു നയതന്ത്രജ്ഞൻ്റെ, ഒരു ഡിപ്ലോമാറ്റ് പ്രൈം മിനിസ്റ്ററുടെ തലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച അതെങ്ങനെ നോക്കിക്കാണുന്നു? അത് ഒരു പരിധി വരെ ഒരു അത്ഭുതമല്ലേ? അതെ, ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം ഈ പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറഞ്ഞൊരു സെലിബ്രേഷൻ ഉണ്ടാകാറുണ്ടല്ലോ. അത് എല്ലാ വർഷവും ജനുവരിയിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസം ആഘോഷിക്കുന്നതാണ്. അവിടെ മുഖ്യമന്ത്രിമാർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാധാരണ ഒരു സെഷനിൽ മാത്രമേ മുഖ്യമന്ത്രിമാർ വരാറുണ്ടായിരുന്നുള്ളൂ. പല മുഖ്യമന്ത്രിമാരും വരാറുമില്ലായിരുന്നു. ഇതൊരു ഫോറിൻ പോളിസി ഇഷ്യൂ ആയിട്ട് മാത്രം കണക്കാക്കി. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ 3 പ്രവാസി ഭാരതീയ ദിവസത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി പങ്കെടുത്ത് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു റീജിയണൽ ലീഡർ മാത്രമല്ല. അദ്ദേഹം അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ആരും ശ്രദ്ധിക്കാത്ത ഈ ഡയസ്പോറയുടെ പോസിബിലിറ്റീസിനെ പറ്റി അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ കാര്യങ്ങളിലും വലിയ താല്പര്യം മാത്രമല്ല ജ്ഞാനവുമുണ്ട്. അല്ലാതെ ഗുജറാത്തിൽ വന്ന് വ്യവസായം നടത്തണം എന്നുള്ളതായിരുന്നു എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ സ്റ്റേറ്റിൽ വരണം എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഇദ്ദേഹം അതിനൊരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ് കൊടുത്തു, ഒരു ഡിപ്ലോമാറ്റിക് പെർസ്പെക്റ്റീവ് കൊടുത്തു. ഡിപ്ലോമസി തന്നെ എങ്ങനെ നമ്മുടെ പ്രവാസികൾക്ക് സഹായിക്കാൻ കഴിയും എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്ന അക്സെപ്റ്റബിലിറ്റി ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴും വിദേശ നയത്തിൽ ഇടപെടുകയില്ല എന്നായിരുന്നു മറ്റു പലരുടെയും ചിന്ത. ഗുജറാത്ത് പോലെ വികസനത്തിന് വേണ്ടി മാത്രം നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ പോലും വിദേശ നയത്തിനും ഒരുപോലെ ആദ്യത്തെ സാർക്ക് നേതാക്കന്മാരെ വിളിച്ചത് തന്നെ എന്തൊരു അതിശയമായിരുന്നു. അതെ, അതൊരു അദ്ദേഹത്തിനെ കണ്ണുതുറപ്പിച്ചു. അതെ, അങ്ങനെ റാബിറ്റ് ഔട്ട് ഓഫ് ദ ഹാറ്റ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിശയം തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ വളർച്ചയെ. പിന്നെ എപ്പോഴും ജനങ്ങളുടെ ഇതാണല്ലോ, ജനങ്ങളുടെ അംഗീകാരമാണല്ലോ പ്രധാനം.
കാരണം ആദ്യമായിട്ട് സ്വന്തം പാർട്ടി മാത്രം കൊണ്ട് ഭരിക്കാവുന്ന ഒരു സ്ഥിതിയിലാണല്ലോ അദ്ദേഹം ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ശക്തിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കഴിവുകൾ, ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്തിരുന്ന കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനും കൂടി കഴിഞ്ഞു. സർ, ഈ ആഭ്യന്തര നയത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് വിദേശ നയം എന്ന് സാധാരണ അങ്ങേപോലുള്ളവർ പറയാറുണ്ട്. ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൽ എത്രത്തോളം ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും നയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം, ഇന്ത്യ ഈ കാലങ്ങളിലൊക്കെ പിന്തുടർന്നിരുന്നത്, നരേന്ദ്രമോദിക്ക് മുമ്പ് പിന്തുടർന്നിരുന്നത്, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പിന്തുടർന്നിരുന്നത് ഒരു ചേരിചേരാ നയത്തിൻ്റെ ഒരു നെഹ്റുവിയൻ നയതന്ത്രം ആയിരുന്നു എന്ന് പറയാം. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോൾ ആ ചേരിചേരാ നയത്തിൽ നിന്നൊരു വ്യതിയാനം, ഒരു കുറച്ചുകൂടി അസർട്ടീവ്, അഗ്രസീവായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി അല്ലേ അദ്ദേഹം പെർസ്യൂ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ആദ്യത്തായിട്ടൊരു പ്രധാനമന്ത്രി ഒരു ചേരിചേരാ നയ സമ്മേളനത്തിൽ പോകാത്തത്, ചരൺ സിംഗ് പോയില്ല, പക്ഷേ അദ്ദേഹത്തിന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം വെനിസ്വേല സമ്മേളനത്തിൽ പോകാത്തത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ കൊടുത്ത സന്ദേശം ചേരിചേരാ നയത്തിൻ്റെ ആ പ്രിൻസിപ്പിളിനുള്ള എതിർപ്പ് എന്നുള്ള മട്ടിലല്ല. കാരണം ശരിയാണ്, ആരുടെയും ഒരു അടിമത്തത്തിലേക്ക് പോകാൻ പാടില്ല, സ്വതന്ത്രമായി ചിന്തിക്കണം എന്നതാണല്ലോ നോൺ അലൈൻമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ. ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ഫ്രിൽസാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് തിങ്കിങ് ആൻഡ് ഫ്രീഡം ഓഫ് ആക്ഷൻ, അതാണ്. അത് അദ്ദേഹം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ടാണ്. പക്ഷേ അതിനെ നോൺ അലൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ചില രാജ്യങ്ങളെ ഒഴിവാക്കുന്ന റിലേഷൻഷിപ്പാണ്. അതിൽ നിന്ന് ഒരു മൾട്ടി അലൈൻമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ചോസൺ അലൈൻമെൻറ്റിലേക്ക് മാറുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഈ ചെറിയ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വി ആർ ഇൻ എ ബിഗർ ലീഗ്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, അതിനനുസരിച്ച് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് നെയ്ബർഹുഡ് ആൻഡ് പ്രവാസീസ്. ഇത് നാലുമാണല്ലോ അദ്ദേഹത്തിൻ്റെ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4 നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രാജ്യം അമേരിക്കയാണ്. പ്രവാസികളുടെ കാര്യത്തിലായാലും കൊള്ളാം, ഈവൻ നെയ്ബേഴ്സിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണ്, വ്യാപാരത്തിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ നോൺ അലൈൻമെൻറ്റിൻ്റെ ആ ഒരു വലിയ ബാൻഡ് വാഗണിനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഗുണങ്ങളുണ്ടാകുന്ന തരത്തിൽ, ഞാനൊരു കാലത്ത് അദ്ദേഹത്തെ ട്രാൻസാക്ഷണൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടത്. കാരണം നിങ്ങൾക്കും ഗുണമുണ്ടാകണം, എനിക്കും ഗുണമുണ്ടാകണം എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെട്ടാലും പെട്ടെന്ന് കാണും, വിജയം കിട്ടിയാലും പെട്ടെന്ന് കാണും എന്നുള്ളൊരു. ഇപ്പം പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പരാജയങ്ങളൊക്കെ ഒരു തിയററ്റിക്കൽ ആണ്. അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ട് കിട്ടാതെ വന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയല്ല. ഇദ്ദേഹം NSG മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ NSG മെമ്പർഷിപ്പ് വേണം എന്നുള്ളതാണ്. അതിന് ആരുടെ അടുത്തും പോയി ആവശ്യപ്പെടാനും അതിനുവേണ്ടി അലൈൻമെൻറ്റ് ഉണ്ടാക്കാനും ഒക്കെ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചു. ഒരു വിധി വൈപരീത്യം പോലെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അങ്ങ് അതിനോട് യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അമേരിക്ക സന്ദർശിക്കാൻ വിസ നിഷേധിക്കപ്പെട്ട ഒരു അൺഡിസൈറബിൾ പോളിറ്റീഷ്യൻ ആയി മുദ്രകുത്തപ്പെട്ടിരുന്ന നരേന്ദ്രമോദി 5 വർഷത്തേക്ക്. ആ നരേന്ദ്രമോദി അമേരിക്കയിലെ 2 പ്രസിഡന്റുമാർ, രണ്ട് നയങ്ങൾ പിന്തുടരുന്ന ബരാക് ഒബാമയും ട്രംപും, ഇപ്പോഴത്തെ ട്രംപുമായിട്ട് വളരെ നല്ല ഒരു വ്യക്തിപരമായ സൗഹൃദം പോലും പുലർത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിധി വൈപരീത്യമല്ലേ, ഒരു ഐറണി അല്ല. പക്ഷേ അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആയപ്പോഴും പറയാമായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് വിസ തരാത്ത രാജ്യമാണ്, ഞാനിതിനാണ് അവിടെ പോകുന്നതെന്ന്. അദ്ദേഹം ആ ഒരു കാര്യം ഒരിക്കൽ പോലും എനിക്കറിയാവുന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഒരു സ്റ്റേറ്റ്സ്മാൻലി. അതെ, അത് അവരുടെ വിസ തരിക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം. അവർ തന്നില്ല. ഇപ്പോൾ അവർ വിസ വീട്ടിൽ കൊണ്ട് തന്നല്ലോ. അംബാസിഡർ പോയി വിസ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അതിനോട് പറ്റി പരാതി പറയാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറല്ല. കാരണം
അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് നോക്കുമ്പോൾ അമേരിക്കയോടാണ് ഏറ്റവും സ്നേഹബന്ധം വേണ്ടത്. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പരാതികളോ വ്യക്തിപരമായി അദ്ദേഹത്തിനുണ്ടായ ഒരു അതെ അതൊന്നും കണക്കിലെടുക്കരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്. അത് പിന്നെ അമേരിക്കക്കാരൊരു പക്ഷേ പറഞ്ഞു, ഇത് ഞങ്ങളല്ല ഇദ്ദേഹത്തിന് വിസ കൊടുക്കാത്തതിന് മുമ്പിലത്തെ ഗവൺമെൻറ് ആണെന്ന് പറയേണ്ടി വന്നു അവർക്ക്. അതും പക്ഷേ അദ്ദേഹം ചോദിച്ചിട്ടല്ല, പലരും ചോദിച്ചു എന്താ വിസ കൊടുക്കാത്തതെന്ന്. ഞങ്ങളുടെ ഗവൺമെൻറ് അല്ല എന്ന് പറഞ്ഞാണ് ബറാക്ക് ഒബാമ ഒഴിഞ്ഞു മാറിയത്. അപ്പോൾ അതൊരു സബ്സ്റ്റാൻറ്റീവായി മാറിയില്ല. അതാണ് അതുകൊണ്ടുണ്ടായുള്ള ഗുണം. അതിൽ പക്ഷേ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ബറാക്ക് ഒബാമയുടെ കാലത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ 2015 വിസിറ്റാണ്, റിപ്പബ്ലിക് ഡേക്ക്. അതെ, ഒരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചീഫ് ഗസ്റ്റായി വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. രണ്ടാമത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമത് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മളെല്ലാം അതിശയിച്ച് കാണുമല്ലോ ആ കാലത്ത്. പക്ഷേ അത് അദ്ദേഹം വരാനുള്ള കാരണം ഈ ഏഷ്യ പസഫിക്കിലുള്ള ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നുള്ള അഷ്യൂറൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ ട്രംപ് വന്നില്ലായിരുന്നെങ്കിൽ അതായിരിക്കുമായിരുന്നു ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ ഒരു സെൻറ്റർ പീസ് ആകുമായിരുന്നു. അത് പക്ഷേ കുറച്ച് മാറി. എന്നാലും ഈ ഇതുണ്ടല്ലോ 4 രാജ്യങ്ങളൊന്നിച്ച് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞുള്ള ഒരു ഹാഫ് ഫോംഡ് അലയൻസ് ഉണ്ടല്ലോ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ ആൻഡ് US. അതിപ്പോഴും കുറച്ച് ഷേക്കിയാണ്, എന്നാലും ആ ബേസിസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിരുന്നു 2015 ബറാക്ക് ഒബാമയുടെ സന്ദർശനം. പിന്നെ ഡിഫൻസ് കാര്യത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു അമേരിക്കയുടെ റിലേഷൻഷിപ്പിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിദേശ നയം തന്നെയാണ് അദ്ദേഹം ആദ്യം സങ്കല്പിച്ചത്. വിദേശ നയം വിലയിരുത്തുമ്പോൾ ശ്രീ നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ ഒരു പക്ഷേ തുടങ്ങിയ ഈ ലുക്ക് ഈസ്റ്റ് ആക്ട് ഈസ്റ്റ് എന്നുള്ള ഒരു വ്യതിയാനം അത് കുറച്ചുകൂടെ ശക്തമായി നടപ്പിലാക്കുകയല്ലേ നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈസ് ഹി നോട്ട് ലുക്കിംഗ് ഈസ്റ്റ് ആൻഡ് ഈസ് ഹി നോട്ട് ആക്ടിങ് ഈസ്റ്റ്? ഇൻഫാക്ട് ആക്ടിങ് ഈസ്റ്റ് എന്ന് ആക്കിയത് തന്നെ അദ്ദേഹമാണ്. അതിനു മുമ്പ് ലുക്ക് ഈസ്റ്റ് ആയിരുന്നു മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഈ ലുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ ആക്ട് ഈസ്റ്റിൻ്റെ പോളിസിയിലുള്ള ഒരു പ്രശ്നം, നമ്മുടെ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാലേ മതിയാവുള്ളൂ. അത് ശ്രീ നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് പ്രോബ്ലം, ഈ സിറ്റിസൺസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം താല്പര്യമെടുത്തത്. കാരണം നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ആളുകളുമായിട്ട് ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് മ്യാൻമാറിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഇന്തോനേഷ്യയിലേക്ക് പോകുക, എങ്ങനെ മലേഷ്യയിലേക്ക് പോകുക? അതാണിപ്പോഴുള്ള പ്രശ്നം. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും നമ്മളിവിടെ കേൾക്കുന്ന ആസാമിൽ നിന്നുള്ള പരാതികളാണ്. അപ്പോൾ ആ ഒരു ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മാത്രമല്ലാതെ ഒരു ഇൻറ്റേർണൽ പോളിസിയിലൂടെ, ഇത് നേരത്തെ പറഞ്ഞല്ലോ ഇൻറ്റേർണൽ പോളിസിയുടെ റിഫ്ലക്ഷൻ പറഞ്ഞു, ഇത് തിരിച്ചാണ്. ഇൻ്റർനാഷണൽ പോളിസിയുടെ റിഫ്ലക്ഷൻ ഇൻറ്റേർണൽ പോളിസിയിൽ വരേണ്ടി വന്നു. അത് അദ്ദേഹം ശ്രമിച്ചു, മുഴുവൻ വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ നാം ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഒരു മഹായുദ്ധത്തിൽ മറ്റൊരർത്ഥത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചൈനീയ അതിർത്തി അസ്വസ്ഥജനകമാണ്. ഏറ്റവും ഒടുവിലത്തെ പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ അതിശക്തമായൊരു നിലപാടാണ്, അതിശക്തമായ ഭാഷയിലാണ് ചൈനയോട് പ്രതികരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവവികാസത്തെ? ഇതിനെ പലരും അത് എടുത്തു പറയാറില്ലെങ്കിലും ഇതിന് ശരിക്കും ഈ മഹാമാരിയോട് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ചൈന ഈ കാര്യത്തിൽ ഒരു വില്ലനാണോ ഹീറോ ആണോ എന്നുള്ള സംശയം നമുക്കെല്ലാം ഉണ്ട്. ചൈന മുഴുവൻ ഉണ്ട്, പക്ഷേ ചൈന അത് പ്രകടിപ്പിക്കുന്നത് ഞങ്ങളുടെ ഒരു ഹീറോ ആണ്. ഇത് രോഗം വന്നു, ശരി, ഞങ്ങളതിനെ തടഞ്ഞു, ലോകത്തിന് അറിയിച്ചു കൊടുത്തു, വേണ്ട കാര്യങ്ങളൊക്കെ സഹായങ്ങൾ തന്നെ ഞങ്ങളിപ്പോൾ കണ്ടെയ്ൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ലോകത്തെ സഹായിക്കാനായിട്ട് ലോകത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രൂപമാണ് ചൈന ഇതിന് നൽകുന്നത്. പക്ഷേ ആ രൂപം അംഗീകരിക്കപ്പെടുകയില്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലെങ്കിൽ. അതുകൊണ്ട് ചൈനയുടെ തന്നെ താല്പര്യമായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുള്ളത്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു രാജ്യവും സമ്മതിക്കില്ല. അപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലുണ്ടായ സംഭവം ചൈനയ്ക്ക് 2 താല്പര്യങ്ങളായിരുന്നു. ഒന്ന്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്, തായ്വാൻ അവരുടെ ഒരു കോർ ഇഷ്യൂ ആണ്. പാകിസ്ഥാൻകാർ കാശ്മീർ എന്ന് പറയുന്ന പോലെയാണ് ചൈനയ്ക്ക് തായ്വാൻ. അപ്പോൾ തായ്വാനെ എല്ലാവരും ഗ്ലോറിഫൈ ചെയ്ത് വേൾഡ് അസംബ്ലിയിലേക്ക് കൊണ്ടുവരുന്നതിനെ തടയുക, അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാതിരിക്കുക, ഇത് രണ്ടുമായിരുന്നു അവരുടെ ഉദ്ദേശം.
നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയില്ല, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററാണ്. പക്ഷെ നമ്മൾ അതിലൊരു പങ്ക് വഹിച്ചില്ല, ചർച്ച ചെയ്തില്ല, നമ്മൾ ചൈനയെ ഒരു കുറ്റവും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ആ റെസൊല്യൂഷനെ കോസ്പോൺസർ ചെയ്തു. അത് കോസ്പോൺസർ ചെയ്ത് സൗത്ത് ഏഷ്യയിൽ നിന്ന് നമ്മളും ബംഗ്ലാദേശും മാത്രമേ ഉള്ളൂ. മറ്റു രാജ്യങ്ങൾ ശ്രീലങ്കയോ പാകിസ്ഥാനോ നേപ്പാളോ ഒന്നും അത് കോസ്പോൺസർ ചെയ്തില്ല. അതൊരു ഇറിറ്റേഷൻ പോയിൻ്റായി അവിടെ. അപ്പോൾ അവർ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ ചൈന പരാജയപ്പെട്ടു. കാരണം ഇൻവെസ്റ്റിഗേഷന് പല റിവ്യൂ എന്നേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും ആകാം എന്നൊക്കെ പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. പോയിന്റ് ഈസ് വെദർ യു ഗോട്ട് ദാറ്റ് ഓർ നോട്ട്. ദേ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. അതിനുവേണ്ടി അവർ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ് പോളിസി ഉണ്ടാക്കി. പക്ഷേ തൈവാൻ്റെ കാര്യത്തിൽ അവർ പിടിച്ചു നിന്നു, ഒരിക്കലും അനുവദിക്കില്ല. അതായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്ക പോലും എതിർത്തില്ല. കാരണം അമേരിക്കയ്ക്കും ഇന്ത്യക്കും എല്ലാം വൺ ചൈന പോളിസിയാണ്. അപ്പോൾ തൈവാനുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട്. എൻ്റെ ബ്രദർ തന്നെ തൈവാനിലെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അവരദ്ദേഹത്തെ അംബാസഡർ തന്നെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം തൈവാനുമായിട്ടുള്ള ഈ ട്രേഡ് ബന്ധങ്ങളൊക്കെ വളരെ ശക്തമാണ്. 24 മില്യൺ ജനങ്ങളുള്ള രാജ്യമല്ല, അതുപോലെ വെൽ ഡെവലപ്ഡാണ്. അതുപോലെ ഈ കൊറോണ വൈറസിനെ ചെറുക്കുന്നതിലും ഏറ്റവും എക്സംപ്ലറി ആയിട്ട് പ്രവർത്തിച്ച രാജ്യമാണ് തായ്വാൻ. പക്ഷേ എന്നിട്ടും നമ്മളതിലൊന്നും ഇടപെട്ടില്ല. അപ്പോൾ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായേക്കാം. അത് ഞാൻ കാണുന്നത് ഇപ്പോൾ എന്താണ് രത്തൻ ടാറ്റയാണെന്ന് പറഞ്ഞു തുടങ്ങി. ഈ വർഷത്തെ നമ്മുടെ പ്രയോറിറ്റി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. സർവൈവൽ, എത്ര പേർക്ക് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ബെല്ലടിക്കേണ്ടി വന്നാലും വിളക്ക് കൊളുത്തേണ്ടി വന്നാലും ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വന്നാലും എന്തും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരവസരമാണിത്. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു. അത് വിജയിക്കുമില്ല എന്നുള്ളത് ആർക്കും അറിയില്ല. എവിടെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഏത് തരത്തിലുള്ളൊരു ലോകമായിരിക്കും കൊറോണയ്ക്ക് ശേഷം ഉണ്ടാകുക എന്നുള്ളതിന് യാതൊരു. അപ്പോൾ ഇൻ്റർനാഷണലി ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഈസ് നോട്ട് ഫൈറ്റിംഗ്. കാരണം ഡൊണാൾഡ് ട്രംപ് മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ ഒരു ലീഡർഷിപ്പിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ഇപ്പോൾ നടക്കുകയാണ്. ചൈന, അമേരിക്ക, റഷ്യ, പിന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളും ഇതിൽ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. വിശേഷിച്ചും യൂറോപ്യൻ യൂണിയനും ഒരു ഏകദേശം തകർന്ന സ്ഥിതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്ട്രഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ചൈനീസ് മൂവ് അത് ഇതിനോട് ബന്ധപ്പെട്ട് വേണം കാണാനായിട്ട്. കാരണം അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങൾ, ഇതുപോലെ ഒരു ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഞങ്ങൾ ശക്തിയായി ചേർക്കും എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യം അവർക്കുണ്ടായി കാണണം. അതായിരിക്കണം ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. ഞാനിതിലൊരു യുദ്ധം ഉണ്ടാവുന്നൊന്നും വിചാരിക്കുന്നില്ല. ഒരു ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ്റെ സാധ്യത തള്ളിക്കളയാണ്. ഇല്ല, അത് കൺഫ്രണ്ടേഷൻ ഉണ്ടായല്ലോ. നമ്മുടെ സോൾജേഴ്സ് അവർ തമ്മിൽ അടിപിടിയും തോക്കുകളില്ലാത്തതുകൊണ്ട് കൈകൊണ്ട് യുദ്ധം ചെയ്ത് നടന്നു. നമ്മുടെ 72 സോൾജേഴ്സിന് മുറിവുണ്ടായി. ഏകദേശം 5000 പേരെ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അവർ പറയുന്നതെല്ലാം ഈ അലൈൻമെൻറ്റ് തെറ്റാണെന്നാണ്. പക്ഷെ നമ്മളീ പറയുന്ന അലൈൻമെൻറ്റിന് യാതൊരു റെക്കഗ്നിഷനും ഇല്ല. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് LOC പോലെ അല്ലല്ലോ, വരയിട്ടിട്ടില്ല. അപ്പോൾ ഈ പഴയ മക്മോഹൻ ലൈനിൻ്റെ പേരിൽ അതെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചൈന അത് തീരുമാനത്തിലെത്താതിരിക്കുന്നത് മനഃപൂർവ്വമാണ്, ചെയ്യാൻ വയ്യാത്തിട്ടല്ല, മനഃപൂർവ്വമാണ്. കാരണം അങ്ങനെ വെച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ആവശ്യം എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത്. പഴയ 62-ലെ ആ പാഠം പഠിപ്പിക്കണമെങ്കിൽ ഒരു മാർഗം വേണമല്ലോ. അപ്പോൾ അത് ഡിമാർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ പല സമയത്തും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒക്കേഷൻസിലെല്ലാം ഇപ്പോൾ ഷീ ജിൻപിങ് ഗുജറാത്തിൽ വന്ന് ഒരു ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഒരു ഇൻഫിൽട്രേഷൻ ഉണ്ടായത്, ലൈൻ ഓഫ് കൺട്രോൾ. അപ്പം ചോദിച്ചു എന്താ സംഭവിക്കുന്നത് പറഞ്ഞു. ഓ ആണോ, ഇത് നിങ്ങളുടെ സ്ഥലമാണ്, ശരി ഞങ്ങൾ പോയേക്കാം. ഇങ്ങനെ ഒരു മട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് അദ്ദേഹം തന്ന മെസ്സേജ്, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ ഒക്കെ പെരുമാറാൻ പോവുകയാണ്, പക്ഷേ ഞങ്ങളുടെ ബേസിക് പ്രോബ്ലം മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇവരിപ്പോഴും കൊണ്ടുവരുന്നത്. അത് പക്ഷേ എത്രമാത്രം ഹൈറ്റൻ ഇപ്പോൾ ദോക്കലാം വളരെ കൂടിപ്പോയി, ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തുകയുണ്ടായി. ഇപ്പോൾ അവർ പറയുന്നത് ഇത് ദോക്കലാമിനേക്കാളും കൂടിയതാണ് എന്നാണ് അവർ പറയുന്ന ഒരു. പക്ഷേ ദോക്കലാം പരിഹരിക്കപ്പെട്ടല്ലോ, അതുപോലെ ഇതും പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്ഥലം അവരുടേതാണോ ഇവരുടെയാണോ എന്നുള്ള വഴക്കല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത്. എത്രമാത്രം സർവെയിലൻസ് നമ്മളെ അനുവദിക്കും,
എത്രമാത്രം റോഡ് കൺസ്ട്രക്ഷൻ അനുവദിക്കും. അപ്പോൾ നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ നടത്തി എന്നുള്ളതും സർവേലൻസ് ശക്തിപ്പെടുത്തി എന്നുള്ളതും നമ്മൾ ടെൻറ്റ് സൃഷ്ടിച്ചു എന്നുള്ളതൊക്കെയാണ് അവരുടെ പരാതി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ ഇതും കൂടെ നമുക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാലും അത് തള്ളിക്കളയാവുന്ന ഒരു പ്രശ്നമല്ല. ഇത് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ഇതിനെ കാണേണ്ടത് ഇപ്പോഴത്തെ ഒരു പവർ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുകൂടെ ഒന്നുകൂടി പറയേണ്ടത്, വിദേശനയ കാര്യത്തിൽ ഈ കൊറോണ വന്നതിന് ശേഷം പ്രധാനമന്ത്രി വളരെ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്തു. ആദ്യമായിട്ട് സാർക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. കാരണം മൾട്ടിലാറ്ററലിസം പോയി എന്നാണല്ലോ. ഈ ട്രംപ് വന്നതോടുകൂടി മൾട്ടിലാറ്ററലിസം എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. സാർക്ക് എന്തായാലും തകർന്നു പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ സാർക്കിനെ വിളിച്ചുണർത്താനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹം എടുത്തു. ആരും അത് പ്രതീക്ഷിച്ചതല്ല. കാരണം അദ്ദേഹം പോകാത്തതുകൊണ്ടാണല്ലോ ഇസ്ലാമാബാദിൽ സാർക്ക് നടക്കാത്തത്. പക്ഷേ അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. പാകിസ്ഥാൻകാരൻ വരികയും ചെയ്തു, പ്രധാനമന്ത്രി വന്നില്ലെങ്കിലും. എന്നിട്ട് കാശ്മീർ റേസ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആ ഇനിഷ്യേറ്റീവിൻ്റെ വ്യാപ്തി കുറഞ്ഞു. എന്നാലും അതിനുള്ള ഇനിഷ്യേറ്റീവ്. അതുപോലെ G20 മീറ്റിംഗ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മളാണ്. സൗദി അറേബ്യൻ രാജാവുമായി ബന്ധപ്പെട്ടിട്ടാണ് G20 മീറ്റിംഗ് ഉണ്ടായത്. അതുപോലെ UN സെക്യൂരിറ്റി കൗൺസിലിന് വേണ്ടി നമ്മൾ ശ്രമിച്ചു. അപ്പോൾ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയെ തിരിച്ചു കൊണ്ടുവരിക, ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ വളരെ അത്യാവശ്യമാണ് ഇത് എന്ന് കാണിക്കുക. ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ പറയുന്നത് ഈ കൊറോണ വൈറസിനെതിരായിട്ടുള്ള ഇൻ്റർനാഷണൽ എഫേർട്ടിൻ്റെ ഒരു നേതൃത്വം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല എന്നുള്ള ചില ചിന്തകളും പലയിടത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൽ വിജയം, ഈ സർവൈവൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇതിനെ വിമർശിക്കുന്നവർ, ഈ വിമർശിക്കുന്നവരും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനേക്കാളും ചെയ്യാവുന്ന ഒരു കാര്യം ഇൻ്റർനാഷണൽ കോഓപ്പറേഷന് സാധ്യതകൾ കൂട്ടുക, മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയുടെ സാധ്യതകൾ കൂട്ടുക, സഹകരണം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുക. അതാണ് മിസ്റ്റർ നരേന്ദ്രമോദി ഇപ്പോഴത്തെ വിദേശ നയത്തിൻ്റെ ഒരു കാതൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കീറാമുട്ടി എല്ലാ കാലത്തുമായിരുന്നു പാകിസ്ഥാൻ. ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത BJP പ്രധാനമന്ത്രിമാരിൽ നിന്നാണ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നപ്പോഴും ശ്രീ നരേന്ദ്രമോദി ആയിരുന്നപ്പോഴും ഇത് പരിഹരിക്കാനായി പാകിസ്ഥാനുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. അത് എത്രത്തോളം ഫലം കണ്ടു? ഒട്ടും ഫലം കണ്ടില്ല. രണ്ട് തരത്തിലും ശ്രീ വാജ്പേയി, ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ന്യൂയോർക്കിലായിരുന്നു. അപ്പോൾ സാറിനെ കാണാറുണ്ടായിരുന്നു, ചർച്ചകളൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ ബസ് ജേണിയൊക്കെ പോയപ്പോൾ. പക്ഷെ അത് കഴിഞ്ഞ് കണ്ട വാജ്പേയി വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു. അത് നടക്കില്ല, പാകിസ്ഥാനുമായിട്ട് ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു BJP ഗവൺമെൻറ് ചെയ്യാവുന്ന അത്ര കൺസെഷൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, പാകിസ്ഥാന് വേണ്ടി ചെയ്യണമെങ്കിൽ തന്നെ. അപ്പോൾ അതിന് തയ്യാറെടുപ്പുള്ള ഒരു മനുഷ്യനെ അവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്കിത് പരിഹരിക്കേണ്ടതായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ്. ശ്രീ നരേന്ദ്രമോദി കാര്യത്തിൽ അദ്ദേഹം അതിലും കൂടുതൽ പോയല്ലോ. എത്രയോ ആദ്യത്തെ സാർക്ക് മീറ്റിംഗ് മുതൽ അത് കഴിഞ്ഞ് മരുമോഹൻ്റെ കല്യാണത്തിന് പോയി, സാരി കൊടുത്തയച്ചു, പല സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്തു, എല്ലാം ശ്രമിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കാതെ കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും വളരെയധികം ശ്രമിച്ചിട്ടും അത് ഭംഗിയായി നടക്കാത്തത് പാകിസ്ഥാൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. കാരണം അവിടെ ഫണ്ടമെൻ്റലിസ്റ്റും ആർമിയും എല്ലാം ചേർന്നുള്ള ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും സഹകരണത്തിനോ അല്ലെങ്കിൽ റിക്കൺസിലിയേഷനോ ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇമ്രാൻഖാൻ വളരെ ഇന്ത്യയോട് സ്നേഹമുള്ള ആളാണ്, ക്രിക്കറ്റീറാണ്, നമ്മുടെയൊക്കെ സ്നേഹിതനാണ് എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചത്. അത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ UN-ലുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഒരു സ്നേഹമുള്ള ഒരു പാകിസ്ഥാനി എന്ന മട്ടിലാണ്. പക്ഷേ അദ്ദേഹത്തിന് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അസാധ്യമായ കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം LOC റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പോൾ എന്താണ് നിവൃത്തി? സമാധാനം പാലിക്കുക കഴിയുന്നത്ര, പക്ഷെ അവർ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ തിരിച്ചാക്രമിക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് മാറി. പക്ഷേ ആ നയത്തിലേക്ക് എത്തിയത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പ്രവർത്തിച്ച് സഹായം നൽകി കൺസെഷൻ കൊടുത്ത് ഒക്കെയാണ് എന്നുള്ളതിൽ മാത്രമേ നമുക്ക്
അഭിമാനിക്കാൻ കഴിയുള്ളൂ. കൃഷ്ണൻ്റെ മഹാഭാരതത്തിലെ ഭഗവദ്ഗീതയിലെ പോലെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം അതെ, ഈ കോവിഡാനന്തര നയതന്ത്ര രംഗം എങ്ങനെ വീക്ഷിക്കുന്നു? അത് ഇന്ത്യക്ക് അതിലൊരു ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ പ്ലെയറുടെ ഒരു അസർട്ടീവ് റോള്, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ ഇന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഈ ബ്രിട്ടീഷ് ഹെറാൾഡിൻ്റെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി എന്നുള്ള അല്ലെ ഭരണതന്ത്രജ്ഞൻ എന്നുള്ള വിശേഷണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കൊരു ഗ്ലോബൽ പ്ലെയറുടെ ഒരു പദവിയിലേക്ക്, ഒരു റോളിലേക്ക് എന്തുമാത്രം സാധ്യതകൾ ഈ കോവിഡ് അനന്തര നയതന്ത്രം തുറന്നിടുന്നു? അത് എപ്പോഴും എന്താണ് വിൻസ്റ്റൺ ചർച്ചിലാണെന്ന് പറഞ്ഞത്, വി ഷുഡ് നെവർ വേസ്റ്റ് എ ഗുഡ് ക്രൈസിസ്. ഏത് ക്രൈസിസിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാമോ എന്ന് നോക്കണം. പക്ഷേ എൻ്റെ പുസ്തകം അവസാനിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം നമ്മളൊരു മൾട്ടി പോളാർ ലോകമാണല്ലോ നമ്മളെപ്പോഴും സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. 6 രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ലോകം. അപ്പോൾ അതിൽ ഒരു പോൾ എങ്കിലും ഇന്ത്യ ആകണം എന്നുള്ളതാണ്. അതൊക്കെയാണ് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ വീക്ഷണവും ഒക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ഈ ഏതെങ്കിലും ഒരു പോളിൻ്റെ ചുറ്റും നിൽക്കാതെ 6 പോളുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിലൊന്ന് ഇന്ത്യ ആയിരിക്കണം എന്നുള്ളത് ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്. നമുക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് ഓഫ് സെക്യൂരിറ്റി കൗൺസിലൊന്നും കിട്ടിയില്ല, അത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് എൻ്റെ പുസ്തകം അവസാനിക്കുന്നത്, ടുവേർഡ്സ് എ മൾട്ടി പോളാർ വേൾഡ്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചേണിങ്, നമ്മുടെ സമുദ്രമന്ഥനം പെട്ടെന്ന് തുടങ്ങി. ഇത് നമ്മൾ പ്രതീക്ഷിച്ചല്ല. എന്തായിരിക്കും ഇതിനെ ട്രിഗർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. പക്ഷേ പറയാറായിട്ടില്ല. കാരണം എവിടെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നത് ആർക്കും ഒരു തീർച്ചയുമില്ലല്ലോ. ഏത് തരത്തിലുള്ള ലോകമായിരിക്കും ഉണ്ടാവുക, ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ, ജനസംഖ്യ എങ്ങനെയായിരിക്കും ഒന്നും നമുക്കറിയില്ല. ലോകങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റാനുള്ള ശക്തി ഈ ലോകത്തിനുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ധൃതിയിൽ വെച്ചൊരു ജഡ്ജ്മെൻറ്റിലാകാതെ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഗുഡ് വിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ, അതുകൊണ്ടാണല്ലോ 140 രാജ്യങ്ങളിലൊക്കെ നമ്മൾ മരുന്ന് ഒക്കെ അയച്ചു കൊടുത്തു. ഇത് ലോകത്തിൻ്റെ മെഡിക്കൽ ഫാർമസിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, മൾട്ടിലാറ്ററലിസം, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിനോട് ഉള്ളിലുള്ള കോപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് ശക്തി നൽകുക. അപ്പോൾ അത് എങ്ങനെയും തെറ്റിപ്പോകാം. പക്ഷേ ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഞാനിതിനെ കാണുന്നത്. അത് ഇതുവരെ നമുക്കതിന് ഭംഗമൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇതുവരെയുള്ള മൂവ്മെൻറ്റ്സ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇൻ്റർനാഷണൽ ക്രിറ്റിസിസം ഉണ്ടായിട്ടില്ല. എന്തായാലും ചില ക്രിറ്റിസിസമൊക്കെ നേരത്തെ 370 കാര്യത്തിലും സിറ്റിസൺഷിപ്പ് കാര്യത്തിലൊക്കെ ഉണ്ടായതുപോലും ഇപ്പോൾ ആരും ചർച്ച ചെയ്യാതെ ആയിരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഈ മഹാമേരിയുടെ മഥനം അല്ലെങ്കിൽ മന്ഥനത്തിലൂടെ ഒരു പുതിയ മെച്ചപ്പെട്ട ലോകക്രമം ഉരുത്തിരിയുമെന്നും ആ ലോകത്തിൽ ഇന്ത്യക്ക് നിർണായകമായ ഒരു പദവി, ഒരു സ്ഥാനം ഉണ്ടാവും എന്നുമൊക്കെയുള്ള പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ സംവാദം അവസാനിക്കാം. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും.